അപ്പൊ വേണ്ടേ ഞാൻ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകണം. എവിടെ വെച്ചാൽ നമ്മളെ തൃശ്ശൂരില് പുത്തൂരിൽ ഇപ്പൊ പുതിയൊരു സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആക്കിയില്ലേ. നമ്മളെ പഴയത് മാറ്റിയിട്ട് പുതിയത് ഇങ്ങോട്ടാക്കിയില്ലേ. അപ്പൊ അങ്ങോട്ടാണ്ട് ഫസ്റ്റ് ടൈം ആണ്. എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരണം കാണണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഉള്ളത് നമ്മള് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലാണ് ആക്കണേ. അവിടെ ഉണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ ഇവിടെ വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ നിങ്ങളെയും കാണിച്ചാൽ അതിനാണ് ഞാൻ പോകുന്നുള്ളത്. കണ്ടില്ലേ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്. നമ്മളതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ. ഈ വഴി അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഏതായാലും ഇങ്ങനെ പോയി നോക്കാം. നല്ലപോലെ ഇളകും. കാര്യം എന്താ വെച്ചാൽ ഗിംബിൽ ഞാൻ എടുത്തിക്കണം. പക്ഷെ ഗിംബിൽ എടുത്താൽ നമ്മുടെ മൈക്കിന്റെ റിസീവർ അതിന്മേൽ തട്ടും. അതുകൊണ്ട് നമ്മളെ ഫോണ് അത്യാവശ്യം നല്ല രീതിയിൽ നിന്നൊക്കെ ഉണ്ടായതുകൊണ്ട് പറ്റൂല. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. എൻട്രി ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നല്ലപോലെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നതൊക്കെ സെറ്റപ്പ് ഉണ്ടല്ലോ. ഇനി നേരെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് പെർ ഹെഡ് 70 രൂപയെന്നാണ് പറഞ്ഞത്. നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അവിടെ ഫുഡ് കോർട്ടോ കാര്യങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ടിക്കറ്റ് റേറ്റ് ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് ടിക്കറ്റ് എത്രയും ചോദിക്കാന്ന് കേട്ടോ. ഫുള്ള് കണ്ടില്ലേ. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് നമ്മുടെ കയ്യിൽ മിൽകയാ. ഇനി നമുക്ക് ഈ വഴിയാണെന്നാണ് പറയണത്. അപ്പൊ ഈ വഴി തന്നെ പോയി നോക്കാം. ഇത് ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണ്. അത്യാവശ്യം നല്ല എന്താ പറയാ മറ്റേ ഇതിന്റെ വരില്ല. ഇതില് സത്യത്തില് ഇതിന്റെ തീം എങ്ങനെയാണെന്ന് അവസാനം വന്നിട്ട് പറഞ്ഞു തരേണ്ടി വരും. നടന്നിങ്ങനെ കാണണം. എല്ലാം ചുറ്റി കാണാനുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങള്. ഏതായാലും ഇവര് സെറ്റ് ചെയ്തിരിക്കണ നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് തന്നെ ഇതേപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നതിനെ കൊടുക്കുക ഫുഡ് കൗണ്ടറിനെ എടുക്കാണ്ടോ. നമ്മ ഫുഡ് കൗണ്ടറിന് വേണ്ട, നമുക്ക് മൃഗങ്ങളെ കാണണം. നമുക്ക് നേരെ ഫുഡ് കൗണ്ടർ സ്കിപ്പ് ചെയ്തിട്ട് മൃഗങ്ങളെ കാണാൻ പോവാ. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മൾ ടെൻഡ് ചെയ്ത് കുക്ക് ചെയ്യാൻ നിന്ന് കുക്ക് ചെയ്തില്ലെന്ന്. 2 ദിവസത്തെ ട്രിപ്പിലായിരുന്നു. ഏതായാലും ആ വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തിരുന്നു. പക്ഷെ ഇത് എടുക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇനി ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ഇത്ര ഐറ്റംസ് ആണ്. ഞാൻ ഇവിടെ 2 പൊറോട്ട എടുത്തങ്ങനെ. 2 പൊറോട്ട, 2 ടീ. ഇതെന്ന് പറയുമ്പോൾ വെജ് കറിയാണ്. വെജ് കുറുമ, പിന്നെ ഒരു മുട്ട മസാല, മുട്ടക്കറി, പിന്നെ 2 പഴംപൊരി ഉണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇനി ഇത് കഴിച്ചിട്ട് എന്ത് ചെയ്യാന്ന് പറയാം. നമുക്ക് ഓരോ ഏരിയയും ചുറ്റി കാണാൻ പോവാം. ഞാൻ ഫസ്റ്റ് തന്നെ പഴംപൊരി എന്നാണ് ഉറങ്ങാൻ പോകുന്നത്. പഴംപൊരി വെച്ച് ചായ അതിന് ഉറങ്ങാം. ഒരു ഫുഡ് റിവ്യൂവിന്റെ ആവശ്യം കൂടി ഞാൻ കാണുന്നുണ്ട് ഇതില്. പഴംപൊരിയൊക്കെ വല്ല കല്ല് വലിക്കുന്നത് കാരണം വലിച്ചിട്ട് എന്തോ പൊറോട്ട അടിക്കാത്ത പൊറോട്ട. ബാക്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഇനിയുണ്ടല്ലോ ഇത് ഫുഡിന്റെ റിവ്യൂ പറയേണ്ട ടൈമാണ്ടോ. ഞാൻ പറഞ്ഞുതരാം. മുട്ടക്കറിയും വെജ് കുറുമയും ഒരു രക്ഷയില്ല. പൊറോട്ടയും തന്നെ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണോ. സംഭവം അടിപൊളിയായി. എനിക്ക് ഇഷ്ടമായി. ഞാൻ ആ പഴംപൊരി മാത്രമേ ഉള്ളൂ ഇതായി. പഴംപൊരി ആവില്ല ചുട്ടോണ്ടാണ് തോന്നുന്നത്. ഒരു ഹാർഡായിട്ട്. ഇനി മേ ബി ഇന്നലത്തെ ആണോ അറിയില്ല. എന്തായാലും ഇത് അടിപൊളിയായി. നല്ലൊരു പോണ്ടുണ്ട്. ഇത് താമരയില്ലേ. താമര ഉണ്ട് കിടക്കുന്നത്. നമുക്ക് ചെടിനെ പറ്റി വലിയ ഐഡിയ അല്ല. ഇതിൽ ഏതെങ്കിലും കോഴിക്കാർപ്പോ അങ്ങനെ എന്തെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. നമുക്ക് ഇൻഷാല്ലാ ഇങ്ങനെ ഒരു പോണ്ടൊക്കെ ചെയ്ത് സെറ്റ് ആക്കണം മുറ്റത്ത് തന്നെ. കഴിഞ്ഞ് ഇനി നമുക്ക് ഒപ്പല്ല ഒരുത്തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനോട് വന്നു കഴിഞ്ഞാലും പോവാം. തണലിലെ സുഖവാസം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വെയിലുള്ള വണ്ടി പോവാണ്. എന്താണെന്ന് അറിയില്ല. ഒരു കുപ്പി വെള്ളം പോലും കൈ കരുതിയില്ല. ഏതായാലും നമുക്ക് ഇനി വെയിലത്തേക്ക് തന്നെ ഇറങ്ങി പോകണം. ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചാൽ മതിയെന്നു ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ വിഷയമല്ല, നമുക്കൊന്നും വിഷയമല്ല. നമ്മൾ വെയിൽ കൊണ്ടിട്ടാണ് ഈ കാഴ്ച ഷൂട്ട് ചെയ്യുക. എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ടൈമാണ്. ഇപ്പൊ വേണ്ടവർക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ചകളിൽ അവധിയാണോ തോന്നുന്നത്. അറിയില്ല. നമുക്ക് ലാസ്റ്റ് ആവുന്ന തോന്നുന്നു. എല്ലാം അന്വേഷിച്ചിട്ട് എന്തൊക്കെയാന്നില്ല പറഞ്ഞുതരാം. വേറെ വിഷയം ഉണ്ടായിട്ടോ. അവിടുന്ന് ടിക്കറ്റ് ചോദിച്ചു പിൻ ചെയ്യാൻ വേണ്ടിട്ട്. ഒപ്പെല്ലാം വന്നാണ്ട് ടിക്കറ്റ് ഓന് നല്ലപോലെ സേഫ്റ്റിക്ക് സേഫ് ആക്കി വെച്ചു എന്ന് പറഞ്ഞ്. ആയിക്കോട്ടെ, ഞാൻ ആ പ്രതീക്ഷയിൽ ഇവിടെ നിന്ന് വേണ്ടി വരുന്നില്ല. എനിക്ക് ഏകദേശം ധാരണയുണ്ട്. ആ നിലവിൽ പോന്ന് കഴിഞ്ഞിട്ട് ടിക്കറ്റ് നോക്കിയപ്പോ ടിക്കറ്റ് കാണാനല്ല. അതെന്താ സംഭവിച്ച് ക്യാൻറ്റീനത്തെ ബില്ലിന്റെ ഒപ്പം പോയില്ലേ. ക്യാൻറ്റീനില് ഫുഡ് കഴിച്ചപ്പോ ആ ബില്ലിന്റെ ഒപ്പം എടുത്ത് പോയിക്കണേ. സംഭവം കഴിച്ചില്ലേ, ജസ്റ്റ് മിസ്സിന് കഴിച്ചില്ലേ. എങ്ങനെയാ വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തിരുന്നു ടിക്കറ്റിന്റെ. ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോയില് ആ വീഡിയോ കാട്ടി കൊടുത്ത് ടിക്കറ്റിന്റെ വീഡിയോ ഉണ്ടാവും മതിയോ എന്ന് ചോദിച്ചു. ആ വീഡിയോ ഫോട്ടോ ഉണ്ടായാലും മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചില്ലായി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയി ടിക്കറ്റ് പിന്നെ എടുക്കേണ്ടിന്ന്. ടിക്കറ്റ് ഒക്കെ കളയാൻ പാടുണ്ടോ മോനെന്ന് കയറണ്ട. അപ്പൊ നമുക്കും ഇങ്ങോട്ട് കയറി വെക്കാം. എന്താ ഇവിടെ എല്ലാം അറിയില്ല. ഫോണിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഐ തിങ്ക് ക്രോക്കഡൈൽ.
മുതല ഗൈസ്, ഇവിടെ മുതലുണ്ടല്ലത്. അവിടെ അവിടെ കണ്ട മുതല ക്ലാസ്സിലൂടെ കാണുന്നില്ലല്ലോ, പുറത്തുനിന്ന് കാണാനും കഴിയുമോ അറിയില്ല. വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. മുതലിനെ കണ്ടില്ല, നമുക്ക് അടുത്തയിലോട്ട് നീങ്ങാം. ദിസ് വേ, ഇവിടെ എല്ലാം നോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കണ്ടോ, ദിസ് വേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് പോയിന്റ് വേ കൂടി പോവും, ഇങ്ങനെ പോവാം. നമുക്ക് അത് ലാസ്റ്റ് ആയിട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. അത് ഇനി ഇവിടെ വേർഡ്സിന്റെ സെക്ഷൻ ഉണ്ട്, അതേപോലെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് ഭാഗത്തു കൂടി പോകണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടെ കണ്ടമാൻ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. നമുക്ക് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ മറ്റേ മുതലിനൂടെ കാണാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുത്തം കിടക്കുന്നുണ്ട്. ഇയാള് അതേപോലെ തന്നെ ഇവിടെ തന്നെ ഒരുത്തം കണ്ടോ, അവിടെ വെള്ളം അളകുന്നുണ്ടപ്പോ നോക്കിയത്. ഇനി ഒരു കരയത്തൊക്കെ കയറി ഇവിടെ നിന്ന് പിന്നെ കാണുന്നിടത്തൊരു മെച്ചുണ്ടായിരുന്നു. കണ്ടാ ഇതാ കിടക്കുന്നു. ഇതേപോലെ അപ്പുറത്തും ഉണ്ട്. ഏതെങ്കിലും ഒരു വഴി പോയി നോക്കുക, എന്തെങ്കിലും ഒന്ന് നോക്കണല്ലോ. ബാ കണ്ട പോന്ന് നോക്കിയേ, വെള്ളം കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു. പാവം. ഇവർക്ക് ഇങ്ങനെ അങ്ങനെ സർക്കിൾ ചെയ്ത് പോരാൻ പറ്റുമോ, അതോ ഇനി ഇവരെ കൂട്ടുകാക്കുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റൂല. ആള് നീന്തുന്ന തന്നെ എന്തോ റിസ്ക്. തോന്നുന്നു കണ്ട, ആളിപ്പോ അവിടുന്ന് പോകുന്നതാണ് തണുപ്പിട്ട വന്നിരിക്കുന്നത്. കണ്ട റൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി വളരെ കുറവ്. ആൾ ഒറിജിനൽ ഇവരപ്പൊ നേരത്തെ അതിൽ നീന്തി ഇങ്ങോട്ട് പോകുന്നത്. നല്ല അല്ലാക്കിന്റെ സ്റ്റെപ്പും കയറി ഇങ്ങനെ വ്യൂ കാണിച്ചത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഉള്ളിലേക്കാണ് പോകാൻ പോണേ. ഇതിന്റെ ഉള്ളിൽ ഞാൻ എന്തല്ലെന്ന് അറിയില്ല. എല്ലാം ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളാണ് കൂട്ടുകൂടി കിടക്കണേ, മൃഗങ്ങൾ പുറത്തുമാണ്. ഇവിടെ ഇത് മറ്റേ പുള്ളിമാനാണ്, നമ്മൾ കൊണ്ടമാനം കണ്ടതാണ്. നമ്മളെ തൊപ്പക്കാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പുള്ളിമാനുകളുണ്ട്. ഇത് എന്ന് പറയുമ്പോ ഇന്നലെ നമ്മള് കൊറേ കണ്ടിട്ടുള്ളത്. മറ്റേ തൊപ്പക്കാട് മസനോട് റൂട്ടർ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല. നമ്മള് കണ്ടിക്കണേ ഇങ്ങനെ കാണിച്ചു അവിടെ ഉണ്ട് കേട്ടോ. സാധനം നമുക്ക് അവിടെ മേലെ എന്ത് ചെയ്യാം, ആ വഴി പോണ മേലേക്കാ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മേലേക്കാണ് പോകാൻ പോകുന്നത്. ഇതിലേ ഇവിടെ ഉള്ള ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ആക്ച്വലി നമ്മൾ മനുഷ്യന്മാരാണ് ഒരു കൂട്ടിലിട്ടാൽ മതി, മൃഗങ്ങള് നല്ല ഫ്രീഡായിട്ട് നടക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു റെയിൻ മൈൻഡിലൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ മേലൊക്കെ ഉണ്ട്. മേലെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞാൻ അടുത്ത് പോണേ. പോയേക്കാം. അടുത്തതാണ് ഇവിടെ വേറെ എന്തോ ഉണ്ട് കേട്ടോ. ഇത് മ്ലാവ്. ഇവരും നമ്മള് കാണലുണ്ട്. മ്ലാവ് എന്ന് പറയും. മ്ലാവ് കാണിച്ചു തരാം. നമ്മളെ മാന്റെ കുറച്ച് സൈസ് കൂടിയ സാധനം, ഹെവി സൈസ് ഉള്ള ഇവരാണ് മ്ലാവ് എന്ന് പറയുന്നത്. ഹോഗി ഡിയർ, പന്നിമാൻ. ഇതാണ്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതുപോലെ എല്ലാം ഇവിടെ വെയിറ്റ് ആൻഡ് ഹൈറ്റ് എത്ര ഉണ്ടെന്നല്ലോ കൊടുത്താണ്. പിന്നെ ഫുഡ് പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും ഉണ്ട്. ഞാൻ അത് ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ നോട്ട് ചെയ്തില്ലായിരുന്നു ഫസ്റ്റ് ടൈം. ഇപ്പൊ ഏതായാലും നോട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പോകുന്ന ഏരിയ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോയാണ്ടേ അതാണ് കാണാനല്ലോ കേട്ടോ. അതെന്തൊന്നും അറിയില്ല, പോയി നോക്കാനും സംഭവങ്ങൾ നമുക്ക് എന്ത് പറയാനാ. നേക്കുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഞാൻ എന്തൊക്കെ എത്രയൊക്കെ കാണാനെന്ന് അറിയില്ല. വേക്കൊരു ഓർഡറിലൊക്കെയാണ് പോകുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് എ ഫുഡ് കോർട്ട്. ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. മുട്ടിന് ഫുഡ് കോർട്ട് ഉണ്ട്. കാര്യം ഈ വെയിലിന്റെ സമയത്ത് വന്നു കഴിഞ്ഞാലേ ഇപ്പൊ എന്തായാലും ചാവുന്ന ഉറപ്പാണ്. പേര് കൊടുക്കുന്നത് സൈലന്റ് വാലി സോൺ. സൈലന്റ് വാലി സോൺ ആണോ, കാട്ടിലെ സൈലന്റ് വാലി സോൺ ആണോ? ഏതായാലും നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഈ ഗേറ്റിന്റെ എൻട്രി സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസം കേട്ടോ. നമ്മൾ കയറാൻ പോകുന്നത് സൈലന്റ് വാലി സോണിലാണ്. നമുക്ക് ഏകദേശം എൻട്രി ചെയ്ത് നോക്കാം. ഒപ്പല്ലോന് ഫ്രണ്ടിലേക്ക് പോയിക്കണ്ടോ, ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. അപ്പൊ സൈലന്റ് വാലി സോണിൽ എന്താണ് ഫസ്റ്റ് സൈറ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ വന്നാൽ ഫസ്റ്റ് തന്നെ ഒരു പോണ്ടാണ് കാണുന്നത്. ഈ പോണ്ടിൽ എന്താണ്, ഈ പോണ്ടിൽ ഒരു പുള്ളിപ്പരലും കൂടി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സൈലന്റ് വാലി സോണിലൊന്ന് ലൂപ്പ് അടിച്ചിട്ട് വരാം. ഇതിങ്ങനെ കറങ്ങിയിട്ട് വരേണ്ടി വരും. ഈ പോണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു ജൈന്റ് വരല്ലേ കോഴിക്കറുപ്പെങ്കിലും ഇടുന്നു. നമ്മളിങ്ങനെ ഒരു പോണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്.
എന്തായാലും വേറെ എന്തൊക്കെയല്ലേ നോക്കട്ടോ. പക്ഷെ ഞാൻ പോകുന്ന വഴി പാത്തി ഈ സംഭവം വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ കാണാൻ എന്ന് പറയുമ്പോ. എന്തൊക്കെ കാണാനൊന്നും അറിയില്ല. നമ്മളെല്ലാം അടുത്തത് ഈ ഗേജ് ഇതിൻ്റെ ഉള്ളിൽ പോണേ. ഇവിടെ എന്തുണ്ടാവുന്നില്ല നോക്കാൻ വേണം. ഇവിടെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടല്ലോ, എല്ലാവരും നിന്ന് കാണുന്നുണ്ട്. ഐ തിങ്ക് എന്താണ് അവിടെ പോയി നോക്കാം. ഈ കാണുന്ന സാധനങ്ങളെ നമ്മുടെ നാട്ടിൽ കോമൺ ആണെങ്കിൽ കൂടി, പക്ഷെ ഇവർക്ക് ഇത് ടൂറിസ്റ്റുകൾക്ക് ആണല്ലോ നമുക്ക് സൂ എന്ന് പറയണത് സംഭവം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ എക്സൈറ്റ്മെന്റ് കാരം, നമുക്കിത് കോമൺ കാരം. ഇവിടെ കഴിഞ്ഞാല് നമ്മൾ കുറെ സാധനങ്ങൾ നമ്മൾ നാട്ടിൽ തന്നെ കാണുന്നുണ്ട്, നമുക്ക് വലിയ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ടൂറിസ്റ്റിന് അത്യാവശ്യം എന്ത് കാര്യം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാൻ ഇവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഇങ്ങനെ മൃഗങ്ങളെ കാണാനേ. സിറ്റി ലൈഫ് എന്നൊക്കെ വരുന്നവർക്ക് കുരങ്ങനൊന്നും കാണല് പോസിബിൾ അല്ല. അപ്പോൾ ഇത് നോക്കാനൊന്നുമില്ല. ഇതും കുരങ്ങിന്റെ ഏരിയ തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന ക്ലാസ്സും ഇവിടെ കുരങ്ങാണ്. ഇനി അടുത്തത് എന്ത്, അതാണ് എന്റെ ചോദ്യം. ഏതായാലും ഇങ്ങനെ നടന്നു പോണ സ്ഥലം വേറെ ലെവലാണ് കേട്ടോ. നല്ല പോലെ ഇതുണ്ട്. പിന്നെ ഈ സിംഹം, പുലി, ഇമാരി സാധനങ്ങളൊക്കെ ഏറ്റവും അവസാനത്തേക്ക് കേൾക്കാറുണ്ടാവുക, അത് ഉറപ്പാണ്. ഇങ്ങനെ പോയി നോക്കാം. നമ്മൾ വേണ്ടേ ഇവിടെ പോ തിരിച്ച് അതും ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്നെ നമുക്കൊന്ന് താഴത്തേക്ക് പാനൽ ബോർഡ് ഇതിന്റെ വർക്കൗട്ട്. എനിക്ക് ആക്ച്വലി ഇമാര് ബോർഡുകളുണ്ടായി കൊടുക്കുക. ഇങ്ങനെ പോയിട്ട് റൈറ്റിക്ക് പോകണം എന്നാ പറഞ്ഞേ. പോയിട്ട് റൈറ്റിക്ക് വരാൻ പറഞ്ഞപ്പോ റൈറ്റ് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് അടുത്തത് എന്ത്, അതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ആക്ച്വലി ഇപ്പൊ നമ്മളാണ് കൂടിൻ്റെ ഉള്ളിലെ. ഇതിങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ചത്തു പോകേണ്ടി വരും. പാലം കയറി പോയി കഴിഞ്ഞാൽ ടൈഗർ 1, ടൈഗർ 2, പിന്നെ ലെപ്പേർഡ് മീൻസ് പുള്ളിപ്പുലി കേട്ടോ. പുള്ളിപ്പുലിനൊക്കെ കാണാന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പോയേക്കാം. രാജാക്കന്മാരുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കണം നമ്മള്. മോനെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഓ വെള്ളക്കുപ്പി, കോട, എന്ത് സാധനം എടുക്കാൻ പറ്റും ഒക്കെ എടുത്തിട്ട് പോരി. കോട ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പുറപ്പുറം വല്ല കണ്ണിലും തട്ടിച്ചാൽ നിൽക്കണ്ട. ഇതിലും പോയേക്കാം. എന്താണ് അടുത്തത്? ലെപ്പേർഡ്, ഐ മീൻ പുള്ളിപ്പുലിയാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളിപ്പോ കാണിച്ചു കേട്ടോ. പുള്ളിപ്പുലിയാണ് നമുക്ക് കാണാന്. എവിടെയാണ്? ഇവിടെ കുറെ പുല്ലുണ്ട്. പുള്ളിപ്പുലി നമ്മൾ സ്പോട്ട് ചെയ്ത് കണ്ടോ. അതാണ്ട് പുള്ളിപ്പുലി. ഇവിടെ ആകെ ഒന്നിനെ കൊണ്ടിട്ടുള്ളൂ. ഇതാണ് പുള്ളിപ്പുലി കേട്ടോ. ഇവിടെ നല്ല മുഴുത്ത സാധനങ്ങളുണ്ട് ഇവിടെ. കണ്ടില്ലേ അത്ര കാണാൻ പറ്റുള്ളൂ. അത് നല്ല ലോങ് ആണ് കേട്ടോ. ഞാൻ അതിന്റെ പുള്ളിപ്പുലിക്ക് ഇംഗ്ലീഷ് പറയാൻ ലെപ്പേർഡ്, ഇതാണ് പുള്ളിപ്പുലി എന്ന് പറയും. പിന്നെ ഇതാണ് പാന്തർ പാർട്ട്നേഴ്സ്. ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ് കേട്ടോ. വെയിറ്റ് എന്ന് പറയുന്നത് 39 കിലോ തൊട്ട് 68 കിലോ വരെ ഉണ്ടാവും. ഹൈറ്റ് എന്ന് പറയുന്നത് 185 സെന്റിമീറ്റർ ടു 215 സെന്റിമീറ്റർ വരെ. എല്ലാ സാധനങ്ങളും ഇതാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ക്ലിയർലി കാണാം എന്നാണ് പറയണേ. അതുകൊണ്ട് ആളതിൽ അങ്ങനെ പോകുന്നുണ്ട്. ആ ചില്ലുംകൂട്ടിൽ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നാൽ തന്നെ കാണുന്നുണ്ടായിരുന്നു. കണ്ടാ അതാണ് ലെപ്പേർഡ് സംഭവം. ഉഷാറാണ്. വെയിലാണല്ലോ ഒരു സീന്. അതിന് ഞാനും പറഞ്ഞു വെയിലാണ് ഒരു സീന്. നല്ലപോലെ കേൾക്കുന്നത് ഉണ്ടാ, നല്ലപോലെ കേൾക്കുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ സ്പോട്ട് കാണാൻ കൂട്ടുകാരിലെ കൂട്ടി കയറൂല്ലേ, കൂടെ അടിച്ചു വെക്കും. 20 പുള്ളിപ്പുലി സീസൺ കഴിഞ്ഞിട്ട് ഇനി അടുത്തതുണ്ട്. അതാണ് നമുക്ക് അറിയാനുള്ളത്. വെച്ചിട്ടാണ് അതിന് പേടിപ്പിച്ചിട്ടുണ്ടോ. മാനിയായിട്ട് തിന്നാ പോരെ, എന്തിനാണ് വെറുതെ അലമ്പാക്കുന്നത്. സൈഡ് ഗേജ് എന്ന് പറയുന്ന കടുവേന്റെ ഉണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി അത് കൂട്ടിന്റെ ഉള്ളിലാണോന്ന് അറിയില്ല. നമുക്ക് പോയോക്കെ കടുവ ഉണ്ടാവും. ഇല്ല ആക്കൂല. അവിടെ ഉണ്ട്. കടുവനെ കണ്ടിട്ടോ സ്പോട്ട് ചെയ്തിട്ടേ. നിങ്ങൾ കൂടി കാണിച്ചു തരാം കടുവനെ. നമ്മൾ കടുവനെ സ്പോട്ട് ചെയ്ത് ഇതാണ്ട കടുവ നമ്മുടെ ഇതാണ് നാഷണൽ ആനിമൽ കടുവ എന്ന് പറയുന്ന സാധനം. കണ്ട
കടുവ 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 കടുവ. ഇതാണ് കടുവ. ഇതാണ് കടുവ ഇറങ്ങി വരുന്നുണ്ടോ? എന്തല്ലേ ഗാംഭീര്യം. ടൈഗർ വരുന്ന നോക്കിയേ. നടന്ന് നടന്ന് വരുന്നുണ്ട്. ലഞ്ച് ടൈമാ ചേച്ചി പറഞ്ഞത്. വരുന്നുണ്ട്. അയ്യോ ഇതാണ് വരുന്ന നോക്കിയേ. യൂട്യൂബർ വന്നോണ്ടാണ് തോന്നുന്നുണ്ടോ അടുത്ത് എത്തിയുണ്ട്. അത് ചെറുക്ക അങ്ങോട്ട് നോക്കി. എല്ലാരും ഉണ്ടല്ലോ ഗേജിന്റെ പുറത്ത് താണ്ടപ്പോ അവിടെ പോയിരുന്നു കേട്ടോ. ഗേജിന്റെ പുറത്ത് കണ്ടപ്പോ അവിടെ പോയിരുന്നേ. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നപ്പോ താണ്ട് ഇവിടെ വെള്ളത്തിൽ വന്ന് കടന്നുകൊണ്ടിരിക്കുന്ന ഐറ്റം. അപ്പൊ രണ്ടെണ്ണം ഉണ്ടോ അതോ അതന്നെയാണോ എനിക്കറിയില്ല കേട്ടോ. രണ്ടെണ്ണം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു കൂട്ടിൽ എങ്ങനെയാണ് രണ്ടെണ്ണത്തിന് ഇല്ലല്ലോ, ഇടത്തില്ല എന്നാണ് തോന്നുന്നത്. ചാൻസ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ അടുത്തത് എന്ത് ടൈഗർ 1 ടൈഗർ 2. അപ്പൊ 2 ടൈഗർ ഉണ്ട് തോന്നുന്നു ഒരേ കൂട്ടിൽ തന്നെ. അതെ, കടുവ 2 കടുവയാണ് മൊത്തം കൂട്ടില്. പിന്നെ ആ മേലെ കാണുന്ന ഗിരിജു ഇതില്ലേ അതിൽ മൊത്തം 7 ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോ ഇവര് ഷിഫ്റ്റ് വരികയാണല്ലോ. കുറച്ചു നേരം ഒറ്റ ദിവസം വലിയ 2 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മാറി മാറി വിടും എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് കാണാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് കാട്ടുപോത്തിനാണ്. നമ്മുടെ കാട്ട് എന്ന് പറയണത്. പോയി നോക്കാം. ഇനി അടുത്തത് എന്ത് കാട്ടുപോത്ത്. ഇവിടെയാണ് കാട്ടുപോത്ത്. കാട്ടുപോത്തിനാണ് പോവാ. ഇതാ ഇന്ത്യൻ ഗൗറ് കാട്ടുപോത്ത്. നമുക്ക് നോക്കാട്ടോ കാട്ടുപോത്തിനെ. ഇതാണ് കാട്ടുപോത്ത്. നമ്മൾ തൃശ്ശൂർ സൂ ഇത്ര മാത്രം വലുതാക്കിയ നന്നായിട്ടോ. ഒരു കണക്കിന് നമ്മൾ ടൈഗറിനെ കണ്ടു, ലെപ്പേഡിനെ കണ്ടു, അതേപോലെ കുറെ സാധനത്തിനെ കണ്ടുട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ യമു ആണ്. യമുവിനെയാണ് കാണാല്ലേ. യമു ഒട്ടപക്ഷിക്കാണ് നമ്മൾ ഈ പോണേ. അപ്പൊ നമുക്ക് പോയേക്കാം. ചുരം പോലെ ഇറങ്ങി പോകണ്ടോ കണ്ടോ. ഇന്നലെ തുടങ്ങി ചുരം ഇറക്കാനല്ലേ, എപ്പോഴും കഴിഞ്ഞില്ല. അയ്യോ, പിന്നെ ഉള്ളൂ വരുന്ന ഒരു കൊട അല്ലെങ്കിൽ എന്തേലും എടുത്തോണ്ടോ. അങ്ങ് പാളിപ്പോയി. സംഭവം തണലുണ്ടാവും എഴുതി പോന്ന തണൽ പോയിട്ട് ഒരു തേങ്ങയില്ല. വെയിലും കൊണ്ട് നടക്കുക. ഇപ്പൊ തന്നെ നല്ലപോലെ വേർത്ത് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ കുഴങ്ങിയുണ്ടോ, ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം എന്തൊക്കെയാന്നുള്ളത്. ബാ, കാട്ടുപോത്തിനെ ഇതിനെ പുലിയും കടുവ ഞാൻ അത്ര പറഞ്ഞില്ല. കാട്ടുപോത്ത്, മാന്, മ്ലാവ് ഇതിനെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ഫോറസ്റ്റ് കൂടിയിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മുതുമല റൂട്ട് പോയൊരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലാവും. അത് മനസ്സിലാവില്ല, അത് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. കാര്യം കാട്ടുപോത്തൊക്കെ റോഡിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ പോകുന്ന ഏരിയയിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഞാനും എന്നെ ഊട്ടി പോയ ടൈമിൽ സഡൻ ആയിട്ടാണ് റൂട്ടിൽ ഒന്നിനെ സ്പോട്ട് ചെയ്തത് പെട്ടെന്ന്. അപ്പോൾ അതേപോലെ ഓപ്പൺ ടൈഗർ റിസർവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനത്തിനെ കാണാം. പിന്നെ ഇത് അതൊക്കെ ലെക്കാണ് കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ കാണുന്നില്ല. പക്ഷെ ആ റൂട്ട്, അതായത് നമ്മുടെ ബന്ദിപ്പൂര്, മുതുമല, ഈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നുറപ്പാണ്. എന്താ വെച്ചാൽ നമുക്ക് മാനുകളെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ബാക്കിയൊന്നും ഞാൻ അത്ര പറഞ്ഞില്ല, മാനുകളെ കാണാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ ഇതുണ്ടോ, എന്താണ് ഇവരെ പേരും ഇതൊക്കെ ഇവിടെ കൊടുത്തേക്കണേ. ആണ്ട ഈ മരച്ചോട്ടിൽ കിടക്കുന്നുണ്ടോ ഇവരെന്ന് പറയുമ്പോൾ അതിനൊന്നുകൂടി അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇവരാണ് യമു. വെള്ളയുണ്ട്, അതേപോലെ സാധാ നമ്മളെ നാട്ടിൽ കൂടി കാണുന്നുണ്ട് അല്ലേ. ഇതിന് പാണ്ടിക്കാട് ഒരു ഫാം തന്നെ ഉണ്ടായിരുന്നു, അറിയോ? കുതിര എന്താണ് പറയാ, ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയും. ആ ഒരു ഐറ്റാണ്ട് ഇതില്. ഇവിടെ എവിടെയും മുങ്ങി കിടക്കണ്ടോന്നും പറയാൻ പറ്റൂലേ, നോക്കണം. എവിടെയാണ് ഇപ്പോ, കാണുവാനൊന്നുമില്ല ആളെ. എവിടെ ഹിപ്പോപ്പൊട്ടാമസ് ഒന്ന് കാണിച്ചു തന്നെ വിളിക്കും, ഞാൻ തരാം എന്തേലുമൊക്കെ ഒന്ന്. ഇപ്പൊ അല്ല കേട്ടോ ഇതിൽ. ആക്ച്വലി കുറച്ച് ഞൊട്ടിടി പെരലാള് കാണാനുണ്ട് ഞാൻ നോക്കിയപ്പോ.
പറ്റിച്ചു ഗൈസ്, പറ്റിച്ചു. എവിടെ ഹിപ്പോപ്പൊട്ടാമസ്? അവിടെ ആ ഗ്ലാസിന്റെ ഉള്ളിൽ ബോർഡ് കൊടുത്തു ഹിപ്പോപ്പൊട്ടാമസ്. എവിടെ ഹിപ്പോപ്പൊട്ടാമസ്? എവിടെ? ഏതായാലും ഞാൻ അടുത്ത എന്താ നോക്കാം. അവിടെ പോയച്ചോ. ഓസ്ട്രിച്ച്, ഓസ്ട്രിച്ച്, ഹിപ്പോപ്പൊട്ടാമസ്. പിന്നെ ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയണേ. ഷിബുവാ, ഓസ്ട്രിച്ച്, ഓസ്ട്രിച്ച്. ഇതാണ് ഓസ്ട്രിച്ച് അഥവാ ഒട്ടകപക്ഷി എന്ന് പറയുന്ന സാധനം. കണ്ട യമുന ഒന്നും ഹൈറ്റ് ഉണ്ട് ഇവന്മാർക്ക്. അവിടെ എന്താ വെച്ചാല് ഹിപ്പോപ്പൊട്ടാമസ് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടോ. ഇപ്പോ എന്താണ്ട് ഓസ്ട്രിച്ച് എന്ന് പറയുന്ന സാധനം, ഒട്ടപക്ഷി, ഒട്ടപക്ഷി. അപ്പോൾ ഇതില് ഒരു സാധനവും ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഈ കാണിച്ച നെല്ലോട് നിലവിലുള്ളത്. പിന്നെ കുറെ സാധനം നമ്മളെ സ്നേക്കും കാര്യങ്ങളും ഒക്കെ എന്താ ക്വാറന്റൈനിലാണെന്ന് പറഞ്ഞു. അപ്പൊ മണ്ണിൽ സ്നേക്കിന് വേണ്ടിയിട്ട് എന്തൊരു സാധനത്തിന് കമ്പനി കണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ, കീപ്പേഴ്സിനോട് ചോദിച്ചപ്പോൾ. അപ്പൊ അതുകൊണ്ട് ആ മണ്ണ് കണ്ടീഷൻ ചെയ്തിട്ടൊക്കെ ഉള്ളൂ ഇതാക്കാൻ പറ്റുക. അതുകൊണ്ട് സ്നേക്കൊന്നും ഇപ്പൊ ആയിട്ടില്ല, കുറച്ച് കഴിയുമെന്നൊക്കെയാണ് പറഞ്ഞത്. ബാക്കി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ കെട്ടിപ്പറിച്ച് പോരാൻ നിൽക്കണ്ട. ഇറങ്ങി വന്നൊക്കെ അങ്ങനെ തിരിച്ചു നടക്കാൻ പോവാണ്, ചുരം കയറാൻ വേണ്ടി. അതങ്ങനെ പോവാം കുറച്ചാണ്ട്. എല്ലാരും ഇറങ്ങണ്ട്. അവിടെ വന്നു കഴിഞ്ഞാല് അത് കാണാല് ഇതും പിന്നെ അപ്പുറത്തിലെ ഒട്ടപക്ഷി മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു മണ്ടത്തരം കാണിച്ചേ. ഇതിപ്പോ രണ്ടാമത്തെ മണ്ടത്തരാണ് കാണിക്കുന്നത്. ടിക്കറ്റിൽ പോയി പിന്നെ ഇതിലും പോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ടൈഗറിനൊക്കെ കണ്ട് യമുവിനും ഒട്ടപക്ഷിനെയും കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മറ്റേ KSRTCന്റെ ബസ് വരും. അതാണ് കേട്ടോ എക്സിറ്റ് ബസ് എന്ന് പറയുമ്പോൾ. പക്ഷെ നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് തിരിച്ചു വന്ന് നടന്നൊക്കെ നടന്നൊക്കെ ഫുള്ള് തിരിച്ചു പോവാണ്. സെക്യൂരിറ്റി ഗാർഡ് ഇതിൽ പോയി കുഞ്ഞ് ആരോടും പറയണ്ടെന്ന് പറഞ്ഞാൽ ആറ്റിവിട്ട് ആ കടുവെപ്പോഴും വെള്ളത്തിൽ തന്നെ ഉണ്ടോന്ന് കണ്ടിട്ട് പറഞ്ഞാലും. ഐറ്റംസ് ഉണ്ട് കേട്ടോ, എന്താന്നില്ലെന്ന് അറിയില്ല. പോയി നോക്കാം. ബേർഡ്സ് ആണ് തോന്നുന്നു. ഇത് നമുക്ക് ഇവിടെ ഇവിടെ ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് കാണുന്നത് മലയണ്ണാനാണ്. ഇതിന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട് കേട്ടോ. എന്താന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതിന്റെ ഉള്ളിലുണ്ട് എന്തൊക്കെ. അപ്പൊ ഇനി അടുത്തത് എന്തെന്നുള്ളതാണ് ചോദ്യം. പോയി നോക്കാം. ഇവിടെ എന്തോ കൊടുത്ത് കണ്ടോ, കൃഷ്ണപ്പരുന്ത്. കൃഷ്ണപ്പരുന്താണ് ഇനിയുള്ളത്. ഇവരുന്നൊക്കെ എവിടെയാണാവട്ടോ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പറയുന്നത്. ബ്ലാക്ക് ചക്കിപ്പരുന്ത്. ഇതാണ് കൃഷ്ണപ്പരുന്ത് എന്ന് പറഞ്ഞ സാധനം അല്ലേ. തലക്കൊള്ളല്ലേ കൃഷ്ണപ്പരുന്ത് പറയണത്. വൈറ്റ് സ്ട്രോക്കോ, വൈറ്റ് സ്ട്രോക്ക് മൈഗൺ. എന്ന് പറയുമ്പോ സിൽവർ പെസന്റ്. സിൽവർ പെസന്റ് ഉണ്ട്, ഗോൾഡൻ പെസന്റ് ഒക്കെ ഉണ്ടല്ലോ. അതിലെ സിൽവർ പെസന്റ് ആണ് ഈ കാണുന്നത്. എന്റെ പേരാണ് സിൽവർ പെസന്റ്. ഒന്നാണ്ട് ഇവിടെ. ഇതാണ് മെയിൽ സിൽവർ പെസന്റിന്റെ. ഈ കാണുന്നത് ഫീമെയിൽ. അതേപോലെ തന്നെയാണ് ഇവരുടെ അതിനെ ഒരു ആസ്പദമാക്കിയിട്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വിളിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കറക്റ്റാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. കറക്റ്റാണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്തോളൂ കേട്ടോ. സ്ഥിരം കാണാണ്ടോ പീക്കോക്ക്. എന്താണ് വേണ്ട മെയിലാണ് ആള്. ടീലൊക്കെ ഉണ്ട് നല്ല. ഇത് തന്നെ കണ്ട ഞാൻ ആളെ കാണിച്ചോട്ടോ. നീർക്കാക്ക. ഇതിനെ കാണാൻ സൂലൊന്നും വരണ്ട. അതിന് പിടിച്ചു കൊണ്ടുപോകണേ കൂടി ഞാൻ കാണിച്ചു കേട്ടോ. ഇത് ഡബിൾ ബസ് വന്നു വേണത്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പോലെ തൃശ്ശൂർ വരെ പോകാനാണ് തോന്നുന്നത്. സാധനം അടിപൊളി. ഇതല്ല ഇപ്പൊ നേരത്തെ പുതിയ ഇറക്കിന്ന് പറഞ്ഞേ, അറിയില്ല കേട്ടോ. ഹലോ, ഇതാണ് നമ്മളെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് കേട്ടോ. അപ്പൊ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയത്. ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇവിടെ കുറെ എണ്ണം വരാനാണ്. അപ്പൊ എന്ത് ചെയ്യാ, കുറച്ചൊക്കെ ഡിലേ ആക്കിയിട്ട് വന്നു. ഇപ്പൊ ആകെ 20 ദിവസം കണ്ട് ആയിട്ടുള്ളൂ തോന്നുന്നു. ഇപ്പം മര്യാദയ്ക്കൊന്ന് ഓപ്പൺ ആക്കി വിട്ടിട്ട്. അപ്പോൾ ഏതായാലും സംഭവം അടിപൊളിയാണ്. കാണാനൊക്കെ ഉണ്ട് ചോദിച്ചാൽ ഉണ്ട്. ടൈഗറിനൊക്കെ ഒന്നുകൂടി നമുക്ക് ലൈവായിട്ട് കാണാം. സത്യത്തിൽ ഇപ്പോ മനുഷ്യന്മാർ കൂട്ടിലും മൃഗങ്ങൾ പുറത്തും അങ്ങനെയാണ്. ആദ്യം മൃഗങ്ങളെ കേജിന്റെ ഉള്ളിലാക്കിയാണ് ഒന്നുകൂടി ലൈവായിട്ട് കാണാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. 360 ഏക്കർ എങ്ങാണ്ടാണ് ഇത് മൊത്തം ഈ ഒരു ഏരിയ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ
ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. പിന്നെയും കുറച്ചുകൂടി ഐറ്റംസ് ഇനി വരാണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഡിലേ ആക്കിയിട്ട് ഇതൊന്ന് ആയിട്ട് ഏകദേശം 2 മാസത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഐറ്റംസ് നമുക്ക് ഇവിടെ നമുക്കല്ല ഇവർക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഉള്ളതെന്ന് പറയുമ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഐറ്റംസ് തന്നെ ഉള്ളൂ. ഞാനൊന്നും മിസ്സാക്കിയിട്ടൊന്നും ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. വേറെ എന്തെങ്കിലും ഉണ്ടോന്നില്ല എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് കുറെ ഇതിങ്ങനെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് ഇവിടെ ഒന്ന് കാണുന്നില്ലത്. അപ്പൊ ഇന്ന് അത് സാധിച്ചു, അതിൽ വളരെ സന്തോഷം. അത് നിങ്ങൾക്ക് എത്തിച്ചും ചെയ്തിരിക്കണു, അതിനും വളരെ സന്തോഷം. അപ്പൊ ഈ വീഡിയോ ഇത്ര മക്കളെ, ബൈ. നമുക്ക് വേറെ വീട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് എല്ലാ പരിപാടിയും ചെയ്തിട്ട് പോവാം. ഓക്കെ, ബൈ.